അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ പറഞ്ഞത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി ദൈവിക ഭവനമായ കഅബ മക്കയിൽ ഇബ്രാഹിം നബി പടുത്തുയർത്തിയത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു. അങ്ങനെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു നാടും ഒരു ജനസമൂഹവും ഉണ്ടായി വരുന്നതിനു വേണ്ടിയാണ് ഇബ്രാഹിം നബി തൻ്റെ മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജറയെയും മക്കയിൽ താമസിപ്പിച്ചത്. എന്നിട്ട് ആ നാട്ടിൽ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആ ആദരണീയ മന്ദിരത്തെ അതിൻ്റെ ലക്ഷ്യത്തിന് നേരെ വിപരീതമായി പിന്നീട് വിഗ്രഹാരാധനയുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് മക്കയിലെ ഈ ഖുറൈശികൾ. വിഗ്രഹാരാധന വെടിഞ്ഞ് നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്ന് അവരെ ഉപദേശിക്കാൻ വന്ന പ്രവാചകനെയും അദ്ദേഹത്തോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും അവർ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ വിഗ്രഹാരാധകർ സുഖമായി ആഹ്ലാദത്തോടുകൂടി ആ നാട്ടിൽ കഴിയുകയും ചെയ്യുന്നു. ഇതൊക്കെ അള്ളാഹു വെറുതെ നോക്കിക്കാണുക മാത്രം ചെയ്യുന്നു. ഒരു നടപടിയും അവർക്ക് നേരെ സ്വീകരിക്കുന്നില്ല. ഈ സംശയം സത്യവിശ്വാസികൾക്കും ഉണ്ടാവാം. വിഗ്രഹാരാധകരും വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ ഇവരെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ഇവർ പറയുന്ന പോലെ ഇവരുടെ ദൈവം നമ്മെ ശിക്ഷിക്കുന്നില്ലല്ലോ എന്ന്. അതിനുള്ള മറുപടി ഒന്നോണമാണ് ഇന്ന് പഠിക്കുന്ന 42-43 ആയത്തുകളിൽ. അള്ളാഹു ഈ ധിക്കാരികളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടെന്നും അള്ളാഹു നിശ്ചയിച്ച സമയത്തേക്ക് അവരുടെ കാര്യം പിന്തിച്ചിരിക്കുകയാണെന്നും പറയുന്നത്. വലാ തഹ്സബന്നല്ലാഹ, ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് താങ്കൾ വിചാരിച്ചു പോകരുത്. ഗാഫിലൻ, അശ്രദ്ധനാണെന്ന്. അമ്മാ യഅമലുൽ ളാലിമൂൻ, ഈ അക്രമികൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. ഏകദൈവ വിശ്വാസത്തിനായി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രത്തിൽ ബഹുദൈവാരാധന നടത്തി മഹാധിക്കാരം കാണിക്കുന്ന ഈ അക്രമികളുടെ, ഈ ധിക്കാരികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് നബിയെ താങ്കൾ ഒരിക്കലും കരുതിപ്പോവരുത് എന്ന് നബിയോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കരുതും എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് എന്താണ് അള്ളാഹുവിൻ്റെ സഹായം ഇനിയും വരാത്തതെന്ന് പീഡിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളിൽ ചിലരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസമായി കൊണ്ടും, അതുപോലെ തങ്ങൾ എന്ത് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന മുശ്രിക്കുകൾക്ക് താക്കീതായി കൊണ്ടുമാണ് ഇത് പറയുന്നത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ, അവൻ അവരെ പിന്തിപ്പിക്കുന്നത് ഒരു ദിവസം വന്നെത്തുന്നതുവരെ മാത്രമാണ്. അള്ളാഹു അവരെ ശിക്ഷിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ദിവസം വന്നെത്തുന്നതുവരെ മാത്രമാണ്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? തശ്ഹസു ഫീഹിൽ അബ്സാർ, അന്ന് കണ്ണുകൾ തുറിച്ചു പോകും. ആളുകൾ തെറ്റുകൾ ചെയ്താൽ അവരെ ഉടനെ പിടികൂടാത്തതിന് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെതായ പല തലങ്ങളുമുണ്ട്. അതിൽ ഒന്ന് തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാൻ അവസരം നൽകുക എന്നതാണ്. അതിനുവേണ്ടി ഓരോ മനുഷ്യനും ഈ ദുനിയാവിലെ ജീവിതം അഥവാ ആയുസ് നിശ്ചയിച്ചിരിക്കുന്നു. ആ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തെറ്റു തിരുത്താതെ അവൻ്റെ ആയുസ് അവസാനിക്കുകയാണെങ്കിൽ അവന് പിന്നെ രക്ഷപ്പെടാൻ ഒരു ന്യായവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവില്ല. നരകശിക്ഷ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു നിൽക്കും. തശ്ഹസു ഫീഹിൽ അബ്സാർ എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ ഭയത്താൽ കണ്ണുകൾ തള്ളിപ്പോവുമെന്നാണ്. മുഹ്തിഈന, അവർ പേടിച്ച് പാഞ്ഞു വരുന്നവരായിരിക്കും. പരലോകത്ത് നരകം കാണുന്ന ദിവസം അവർ പേടിച്ചരണ്ട് പാഞ്ഞു വരുന്നവരായിരിക്കും. മുഖ്നിഈ റൂസിഹിം, അവരുടെ തലകൾ മേലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അന്നേ ദിവസത്തെ ഭീകരാവസ്ഥയിൽ അവർ തല മേലോട്ട് ഉയർത്തിപ്പിടിച്ച് എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുറിച്ച് മേലോട്ട് നോക്കുന്നവരായി പാഞ്ഞു വരും എന്നാണ്. ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, അവരുടെ കണ്ണുകൾ അവരിലേക്ക് മടങ്ങുകയില്ല. ഭീകരാവസ്ഥ കണ്ട് പുറത്തേക്ക് തള്ളിപ്പോയ അവരുടെ ആ കണ്ണുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരികയില്ല. അതങ്ങനെ തന്നെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് നിൽക്കും. വ അഫ്ഇദതുഹും, അവരുടെ ഹൃദയങ്ങളാവട്ടെ ഹവാ, ശൂന്യമായിരിക്കും. ഹവ എന്നാൽ കാറ്റ്, വായു എന്നാണ്. ഇവിടെ അർത്ഥം ശൂന്യമായത്, ഉള്ളുപൊള്ളയായത് എന്നാണ്. ഹൃദയങ്ങൾ ശൂന്യമാണെന്ന് പറഞ്ഞാൽ പേടിച്ചരണ്ട് അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടവരായ അവസ്ഥയിലായിരിക്കും അവർ അന്നുണ്ടാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.